ഹലോ എവ്രി വൺ, ഇതൊരു താങ്ക്സ് ഗിവിംഗ് വീക്കെൻഡ് ആണ്. സോ ഹാപ്പി താങ്ക്സ് ഗിവിംഗ് ടു ഓൾ ഓഫ് യു ആൻഡ് വെൽക്കം ടു മൈ ന്യൂ വ്ലോഗ്. നിങ്ങൾക്ക് പലർക്കും തന്നെ അറിയായിരിക്കും താങ്ക്സ് ഗിവിംഗ് സെലിബ്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ ലാസ്റ്റ് ഇയറിലെ ഹാർവസ്റ്റും അതായത് ബ്ലെസ്സിങ്സിനും ഒക്കെ ഒരു താങ്ക്സ് പറയുന്ന പോലെ ഒരു സംഭവമാണ്. ഇത് യു എസിലും കാനഡയിലും ഒക്കെയാണ് നമ്മൾ മെയിനായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. എനിക്കൊന്ന് യു എസിനെക്കാട്ടും മുന്നേ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത് കാനഡയിലാണ്. താങ്ക്സ് ഗിവിംഗ് സെലിബ്രേറ്റ് ചെയ്യുന്നത് സെക്കൻഡ് വീക്കിൽ, ഒക്ടോബറിലെ സെക്കൻഡ് വീക്ക് മൺഡേ ആണ് കാനഡയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് കാനഡയിലും യു എസിൽ എനിക്ക് അത്ര അറിയില്ല. കാനഡയിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഓൾ ഹോളിഡേയ്സ് ഒന്നെങ്കിൽ മൺഡേ ആയിരിക്കും അല്ലെങ്കിൽ ഫ്രൈഡേ ആയിരിക്കും. സ്പെസിഫിക് ഡേറ്റ്സ് കാണില്ല. ഡേറ്റ്സ് ഉണ്ടാവുന്നത് മിക്കവാറും ക്രിസ്മസിന്, പിന്നെ അതുപോലെ കാനഡ ഡേ, റിമെമ്പറൻസ് ഡേ, അങ്ങനെ കുറച്ച് ഹോളിഡേയ്സിന് മാത്രമേ സ്പെസിഫിക് ഡേറ്റ്സ് ഉള്ളൂ. അല്ലെങ്കിൽ ഇവർ ക്ലബ് ചെയ്യും, അത് നമ്മുടെ വീക്കെൻഡായിട്ട് ക്ലബ് ചെയ്തിട്ട് അത് ലോങ് വീക്കെൻഡായിട്ടാണ് മെയിൻലി കാനഡയിൽ, ഞാൻ കാനഡ സിനാരിയോ പറയുന്നത്, കാനഡയിൽ ആഘോഷിക്കുന്നത്. സോ ഈ വീക്കെൻഡ് നമ്മുടെ താങ്ക്സ് ഗിവിംഗ് ആണ്. താങ്ക്സ് ഗിവിംഗ് മൺഡേ എന്ന് പറഞ്ഞല്ലോ, അപ്പം ഞങ്ങൾ സൺഡേ ആണ് ഇങ്ങനൊരു ട്രിപ്പിന് പോകുന്നത്. ഒരു ചെറിയ ട്രിപ്പാണ്, വീട്ടിൽ നിന്ന് ഒരു 1.5 hours ഡ്രൈവേ ഉള്ളൂ. അപ്പം ഞങ്ങളുടെ ഹ്യൂഗോ ബേബിയും ഉണ്ട്. ഹ്യൂഗോ ബേബി ബാക്കിലൊക്കെ ഇരുന്ന് അവൻ ഷെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, വണ്ടിയിൽ ഷെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഷെഡിങ്ങിൻ്റെ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്നത്. സോ അത് പുറത്ത് വെച്ച് കുടഞ്ഞു കഴിഞ്ഞാൽ അവന് വണ്ടിയിൽ ഷെഡാവില്ല. കളേഴ്സ് മാറി വരുന്നേ ഉള്ളൂ. നേരത്തെ വ്ളോഗിലൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഓൾമോസ്റ്റ് കളേഴ്സ് ഇപ്രാവശ്യം അത്ര വലിയ എക്സൈറ്റിങ് കളേഴ്സൊന്നും ആയിട്ടില്ല. കുറേ ലീവ്സൊക്കെ പോയി, അത്ര പീക്കൊന്നും വന്നില്ല. എന്ന് വെച്ചാൽ മൺഡേ വരെ ഭയങ്കര ചൂടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് കുറച്ച് തണുപ്പൊക്കെ വന്ന് തുടങ്ങിയത്. സോ ഇപ്രാവശ്യത്തെ ഫോൾ എന്ന് പറയുന്നത് അത്ര വലിയ ഭംഗിയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്നാലും നമുക്കൊരു ഫോൾ ട്രിപ്പ് വേണമല്ലോ, എല്ലാ വർഷവും ചെയ്യുന്നത് പോലെ തന്നെ. നമ്മുടെ മനസ്സിലൊരു ഹാപ്പിനെസ്സാണ് ഈ കളേഴ്സൊക്കെ കുറച്ചാണെങ്കിലും ഒന്ന് ചേഞ്ച് ചെയ്യുന്ന കാണുമ്പോഴത്തേനും, ആ ട്രാൻസിഷൻ വരുമ്പോഴത്തേനും ഐ ലവ് ഇറ്റ്. സോ ഞങ്ങളൊരു ലൈം ഹൗസ് കൺസർവേഷൻ ഏരിയ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് ഇന്ന് പോകുന്നത്. രാവിലെ എന്ന് പറയാൻ പറ്റില്ല, ഞങ്ങളൊരു ബ്രഞ്ച് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. ഇടിയപ്പം മുട്ടക്കറിയൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങി. അതുകൊണ്ട് ഉച്ചയ്ക്ക് അവിടെ നിന്ന് കഴിക്കുന്നില്ല. സോ ബ്രഞ്ച് കഴിച്ച കാരണം ഡയറക്റ്റ് അവിടെ പോകുക, ജസ്റ്റ് ഹൈക്ക് ചെയ്യുക, അത്രയൊക്കെ ഉള്ളൂ. ഈ കൺട്രി സൈഡിൽ കൂടെ പോകുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. കുറച്ച് ഡിസ്റ്റൻസ് കൂടുവാണെങ്കിലും ബട്ട് പോകുന്ന വഴിയൊക്കെ നല്ല രസമാണ് കാണാൻ. കുറച്ചൊക്കെ ലീവ്സ് നിങ്ങൾ കറക്റ്റായിട്ട് കാണുന്നുണ്ടോ ഇല്ലയോ എന്നറിയില്ല. ഇതൊന്ന് ക്ലൗഡി ഡേ ആണ്, എന്നാലും കുറച്ച് കളേഴ്സൊക്കെ ചേഞ്ച് ചെയ്യുന്നത് കാണാം. യെല്ലോ കളർ വരും, റെഡ് ചില സ്ഥലത്ത് മാത്രമേ നമുക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവുള്ളൂ, ഓറഞ്ച് വരും. ഈ 3 കളേഴ്സായിരിക്കും കൂടുതലും. ഇവിടെ നോക്കുവാണെങ്കിൽ കുറേയൊക്കെ പൊഴിഞ്ഞും പോയി. അതുകൊണ്ട് നമുക്ക് ഈ മഴയൊക്കെ വരുന്ന കാരണം, ഇലയൊക്കെ പോകുന്ന കാരണം നമുക്ക് ശരിക്കൊരു ഫോൾ എഫക്റ്റ് ചിലപ്പോൾ കിട്ടത്തില്ല. അപ്പം ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഞങ്ങൾ അവിടെ എത്തി, ലൈം ഹൗസ് കൺസർവേഷൻ ഏരിയയിലെത്തി. ലൈം ഹൗസ് കൺസർവേഷൻ ഏരിയയിൽ 3 ട്രെയിൽസാണ് മെയിൻലി ഉള്ളത്. അതായിരുന്നു ഞങ്ങൾ ഫസ്റ്റ് വന്നപ്പോൾ നോക്കിക്കൊണ്ടിരുന്നത്. ഒരെണ്ണം ബ്രൂസ് ട്രെയിൽ, രണ്ടാമത്തെ റേഡിയൽ റെയിൽ ട്രെയിൽ, മൂന്നാമത്തെ ബ്ലാക്ക് ക്രീക്ക് സൈഡ് ട്രെയിൽ. അങ്ങനെ 3 ട്രെയിൽസാണ് ഇവിടെ ഉള്ളത്. ഇതിലെ ഏറ്റവും വലിയ ട്രെയിലാണ് ബ്രൂസ് ട്രെയിൽ. അതും ആകപ്പാടെ 2 കിലോമീറ്ററേ ഉള്ളൂ കേട്ടോ. വലുതെന്ന് പറഞ്ഞാൽ ഒരുപാട് വലുതൊന്നുമല്ല. ബാക്കി രണ്ടെണ്ണം എന്താണ് 1.5 കിലോമീറ്ററോ മറ്റേതെന്താണ് 0.8 കിലോമീറ്ററൊക്കെ ഉള്ളൂ. ചെറിയ ചെറിയ ട്രെയിൽസാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെ നമുക്ക് ലൈം സ്റ്റോണിൻ്റെ കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഓൾ ഇൻ ദ വാൾ എന്നങ്ങാണ്ട് പറഞ്ഞൊരു ബെസ്റ്റ് പാർട്ട് ഇവിടെയുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ക്രാക്സും ഒക്കെ ലാഡറൊക്കെ വെച്ച് താഴെ പോയിട്ട് നമുക്കവിടെ കാണാൻ പറ്റും. ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഏക്കറുള്ള സ്ഥലമാണ്. ഈ ഫോറസ്റ്റിനകത്ത് മേപ്പിൾ ട്രീയും അങ്ങനെ കുറേ ട്രീസൊക്കെ ഉണ്ട്. ഈ മേപ്പിൾ ട്രീ വരുമ്പോഴാണ് നമുക്ക് ഈ ഫോള് കാണാൻ നല്ല ഭംഗി. ഒന്നെന്ന് വെച്ചാൽ മേപ്പിൾ തന്നെ പല കളറിലുണ്ട്. താഴെ നിങ്ങൾ കിടക്കുന്നത് കണ്ടോ, കാനഡയുടെ ഫ്ലാഗിലെ ലീഫിൻ്റെ പേരാണ് മേപ്പിളിലൊക്കെ. ആ മേപ്പിൾ ട്രീ ആണ് പല കളറിലുണ്ടാവുന്നത്, പല കളറിലേക്ക് ചേഞ്ച് ആവുന്നത്. അതായത് ഓറഞ്ച്, റെഡ്, പിന്നെ അതുപോലെ യെല്ലോ. ഇപ്പം നല്ല ഭംഗി. താഴെ കിടക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗി. കഴിഞ്ഞ ദിവസം മഴയായതുകൊണ്ട് ഇവിടെ കണ്ടോ ആ തെന്നലൊക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ റോക്സിൽ കൂടെയൊക്കെ നടക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം, നല്ല ഇഴുക്കൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇടയ്ക്കൊക്കെ കുറച്ച് കേവ്സും അതും ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്ന് കാണാൻ പറ്റും. ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടല്ലേ വന്നത്, പിന്നെ ഞങ്ങൾ കുറച്ച് ചിപ്സും അതും ഇതുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നുണ്ടായിരുന്നു. ആ കയറ് കെട്ടിയിരിക്കുന്നുണ്ടോ സൈഡിൽ, അതിൻ്റെ അപ്പുറത്തോട്ട് പോകാൻ പാടില്ല, അതുകൊണ്ടാണ് കയറ് കെട്ടിയിരിക്കുന്നത്. റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് താഴത്തോട്ടുള്ള പ്ലേസ് ആയതുകൊണ്ട് അവിടെ അങ്ങനെ ഇരിക്കുന്നത്. പിന്നെ നടക്കുമ്പോൾ കുറച്ച് ഗ്രിപ്പുള്ള ചെരുപ്പൊക്കെ ആണെങ്കിൽ നല്ലതായിരിക്കും. ബിക്കോസ് നമുക്ക് ആ പാറയിൽ കൂടെ കണ്ടോ, കല്ലുകളിൽ കൂടെയൊക്കെ നടക്കുമ്പോൾ കുറച്ച് ഗ്രിപ്പുള്ളതല്ല. ബിക്കോസ് നമുക്ക് മഴയുണ്ടായിരുന്ന ഇടയ്ക്ക് ഗ്രിപ്പുള്ളതാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ടൊക്കെ നടക്കാൻ പറ്റും.
കുറച്ച് വേരുകളും അതും ഇതുമൊക്കെ നമുക്കിവിടെ കൂടെ കാണാൻ പറ്റും. നല്ലൊരു ട്രെയിലാണ് കേട്ടോ, നല്ലൊരു ഭംഗിയുള്ള ട്രെയിലാണ്. പിന്നെ നിങ്ങൾക്ക് ഈ ട്രെയിലിൽ കൂടെ നടക്കുമ്പോഴത്തേനും ചില സമയത്ത് നമുക്ക് അതിൻ്റെ മാർക്ക് കാണാൻ പറ്റും. അതായത് ബ്രൂസ് ട്രെയിൽ എന്ന്, ഫോർ എക്സാമ്പിൾ ബ്രൂസ് ട്രെയിൽ കാണിച്ചിട്ട് അവർ മാർക്ക് ചെയ്യും എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊക്കെ. കണ്ടോ, നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ഈ ലാഡറൊക്കെ ഇറങ്ങി താഴത്തോട്ട് വന്നു. ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല, ബിക്കോസ് 2 കൈയും കൂടെ പിടിച്ചുകൊണ്ട് വേണമായിരുന്നു ഇറങ്ങാനായിട്ട്. പിന്നെ ഇടയ്ക്ക് ഇങ്ങനത്തെ ബോർഡ് വാക്സ് കാണും. നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെയൊക്കെ നമുക്ക് നടക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ബോർഡ് വാക്ക്, നല്ല ഭംഗിയാണ്. ഞാനിങ്ങനെ റിസർച്ച് ചെയ്തപ്പോൾ അറിഞ്ഞത് ഈ ഏരിയ ആദ്യം വിളിച്ചുകൊണ്ടിരുന്ന ഫൗണ്ടേഷൻ ഗ്രീനെന്നോ അങ്ങനെ എന്തൊക്കെയാണ്. പിന്നെ ഈ ഏരിയ വേറെ ആൾ മേടിച്ചു, എന്നിട്ട് ലൈം ഇൻഡസ്ട്രി ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. ലൈം ഹൗസ് 1860 എങ്ങാണ്ടാണ് ഇവിടെ ബിൽട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് പൗഡർ സ്റ്റോറോ അങ്ങനത്തെ ഒരു ബിൽഡിങ്ങും കാണാൻ പറ്റും. ആ പൗഡർ ഹൗസ് എന്തിനാന്ന് വെച്ചാൽ യൂസ് ടു സ്റ്റോർ ദ ബ്ലാസ്റ്റിംഗ് പൗഡർ. ലൈം സ്റ്റോൺ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ബ്ലാസ്റ്റിംഗ് പൗഡേഴ്സ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. 1917 വരെ ഈ ബ്ലാസ്റ്റിംഗ് ഓപ്പറേഷൻസ് ഒക്കെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ നമ്മുടെ ഇവിടുത്തെ ആൾക്കാരൊക്കെ അവരുടെ ഹൗസിനെ ഡാമേജ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് കംപ്ലയിൻറ്റ് ചെയ്യാൻ തുടങ്ങി. അതുവരെ, അതായത് 1917 വരെ യൂസ് ചെയ്തുകൊണ്ടിരുന്നു, ഈ ബ്ലാസ്റ്റിംഗ് ഓഫ് ദ ലൈം സ്റ്റോൺ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു 1915 ആയപ്പോഴത്തേനും ഈ ഇൻഡസ്ട്രി ഇവിടെ ക്ലോസ് ചെയ്തു. ഇതിൻ്റെ റിമൈനിങ്സും ഒക്കെ നിങ്ങൾക്ക് പല പാർട്ടായിട്ടും ഈ ട്രെയിൽസിൽ കാണാൻ പറ്റും. പിന്നെ ഈ ട്രെയിലിൽ കുറേ കേവ്സും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ തന്നെ ഭയങ്കര മിസ്റ്ററീസ് ആയിട്ടൊക്കെ അവിടെ എന്തൊക്കെയോ നടന്നതായിട്ടൊക്കെ കണ്ടു. ബട്ട് ഐ ഡോണ്ട് നോ, സോ ഐ എം നോട്ട് ടെല്ലിങ് ഇറ്റ്. വേറെ ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്ന് പറഞ്ഞത്, ഈ ട്രെയിലിൽ, അതായത് ലൈം ഹൗസ് കൺസർവേഷൻ ഏരിയയിൽ നമുക്ക് പാർക്കിംഗ് ഫ്രീ ആണ്. സോ ഫ്രീ പാർക്കിംഗ് ആണ്, നമുക്ക് പേയേണ്ട ആവശ്യമില്ല. പിന്നെ അതുമാത്രമല്ല, ഇവിടെ പല സീസണും പല രസമാണെന്ന് കേട്ടിട്ടുണ്ട്. അതായത് ഫോൾ നല്ലതെന്ന് കേട്ടിട്ടുണ്ട്, സ്പ്രിങ് നല്ലതെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ ഏത് സീസണ് വേണമെങ്കിലും ഇവിടെ എക്സ്പ്ലോർ ചെയ്യാം. അതുപോലെ തന്നെ സമ്മർ നല്ല രസമാണെന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ പെറ്റ്സ് അലൗഡ് ആണ്, ലീഷിലായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾ പെറ്റ്സിനെ കൊണ്ടുപോവുകയാണെങ്കിൽ, അവർ പൂപ്പ് ചെയ്യുവാണെങ്കിൽ അത് പിക്ക് ചെയ്തിട്ട് ഗാർബേജ് ബിന്നിലിടണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അവിടെ ലീവ് ചെയ്യാൻ പാടില്ല. അപ്പം നമുക്ക് പൂപ്പ് ബാഗ്സൊക്കെ കയ്യിൽ കൊണ്ട് നടക്കണം. പിന്നെ ഞാനാണെങ്കിൽ ഹ്യൂഗോയ്ക്ക് വേണ്ടിയിട്ട് ഒരു വാട്ടർ ബോട്ടിലുണ്ട്, അവിടെ കിടക്കി അവനെ ദാഹിക്കുമ്പോൾ അവൻ്റെ വാട്ടർ ഞങ്ങൾ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കൺസർവേഷൻ ഏരിയ ഉള്ളത് ഹാൾട്ടൺ ഹിൽസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. പറഞ്ഞ പോലെ കേവ്സ് കാണാം, അതുപോലെ പണ്ടത്തെ ഓൾഡ് മില്ല് കാണാം, അതുപോലെ തന്നെ പൗഡർ ഹൗസും ഒക്കെ നമുക്ക് ഈ ട്രെയിലിൽ കൂടെ നടക്കുമ്പോൾ കാണാം. പിന്നെ ഒരു ഫോറസ്റ്റിൻ്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടും, നേച്ചറായിട്ട് കൂടുതൽ ഇവോൾവ് ചെയ്യാൻ പറ്റും. അങ്ങനെ നല്ലൊരു ട്രെയിലാണ്. ഇടയ്ക്കൊരു റിവറുണ്ട്, നല്ലൊരു പാലമുണ്ട്, നല്ലൊരു ആംബിയൻസ് ആണ്. നിങ്ങൾക്ക് ഇവിടെ കൂടെ പോകണമെങ്കിൽ കുറച്ച് വാക്ക് ചെയ്യാൻ പറ്റുന്ന, പക്ഷെ ഞാൻ ഡിഫിക്കൽട്ട് ട്രെയിലൊന്നും പറയത്തില്ല. വളരെ ചെറിയൊരു ലാഡർ വല്ലപ്പോഴും ഉള്ളൂ, അല്ലെങ്കിൽ അത് സ്ട്രെയിറ്റ് ആണ്, ഒട്ടും ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നില്ല. ബട്ട് ജസ്റ്റ് ബി കെയർഫുൾ. ആ കേവ്സിൻ്റെ അടുത്തൊക്കെ വരുമ്പോഴത്തേനും നല്ല ഗ്രിപ്പുള്ള ഷൂ ഇടുക, അല്ലെങ്കിൽ തെന്നിപ്പോകാനുള്ള ചാൻസസ് ഒക്കെ വളരെ കാണുന്നുണ്ട്. പിന്നെ ഈ കേവ്സിൻ്റെ അടുത്തൊക്കെ പോകുമ്പോഴത്തേനും ഹോൾ ഉണ്ടെങ്കിൽ സൂക്ഷിക്കുക, അതിനകത്ത് കാല് കുടുങ്ങാതെ നോക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എനിക്ക് ഈ സെൽഫി സ്റ്റിക്ക് തന്ന എൻ്റെ ഫ്രണ്ടിനോട് ഞാൻ വളരെയധികം നന്ദിയുണ്ട്. ബിക്കോസ് എനിക്ക് ഏറ്റവും ഉപകാരമായിട്ട് ഞാനിപ്പോൾ കരുതുന്നൊരു കാര്യം വെച്ചാൽ, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് തന്നെ വീഡിയോ എടുക്കാം, ഫോട്ടോ എടുക്കാം, എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സെൽഫി സ്റ്റിക്കാണ്. യൂഷ്വലി ഇവിടെ കാനഡയിലൊക്കെ ആൾക്കാർ താങ്ക്സ് ഗിവിങ് ഡേയിൽ ഫാമിലിയായിട്ട് ഒത്തുകൂടും. അവർക്ക് താങ്ക്സ് ഗിവിങ് ഡിന്നേഴ്സ് ഉണ്ട്. അപ്പോൾ ടർക്കി ഒക്കെ കഴിക്കാറുണ്ട്, അവരുണ്ടാക്കി കഴിക്കാറുണ്ട്. എനിക്കൊന്ന് സ്റ്റഫ്ഡ് ടർക്കി ആണെന്ന് തോന്നുന്നു, ഐ ഡോണ്ട് നോ. പിന്നെ ക്രാൻബെറി സോസിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ പൈ, ഐ തിങ്ക് ഇറ്റ്സ് ഫേമസ്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവർ പ്രിപ്പയർ ചെയ്യാറുണ്ട് താങ്ക്സ് ഗിവിങ് സ്പെഷ്യൽ ഡിന്നേഴ്സിനൊക്കെ. പക്ഷേ ഞാൻ ഇതുവരെ താങ്ക്സ് ഗിവിങ് ഡിന്നർ അറ്റൻഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഐ എം നോട്ട് ക്വൈറ്റ് ഷുവർ അബൌട്ട് ഇറ്റ്. ബട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ടർക്കി ഈസ് വെരി ഫേമസ് ഡ്യൂറിങ് ദിസ് ടൈം. പിന്നെ ക്രാൻബെറി സോസ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല, ഐ ഹാവൻ ഹാഡ് ഇറ്റ് യെറ്റ്. സോ അതും ഫേമസ് ആണ്. സോ ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ക്രാക്കൊക്കെ ഉണ്ട്, അപ്പം യു ഷുഡ് ബി വെരി കെയർഫുൾ. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ നിന്നൊക്കെ ഇറങ്ങി കുറച്ച് അപ്പുറത്ത് എൻജോയ് ചെയ്യുമായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കത്തിയൊക്കെ അടിച്ചിരുന്നു, കുറച്ച് ഫ്രൂട്ട്സും അതും ഇതുമൊക്കെ കഴിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ മോൾ, അപ്പം ഞങ്ങൾ ചുമ്മാ കുറച്ച് കളിച്ചൊക്കെ നടക്കുമായിരുന്നു. ഇനിയിപ്പോൾ തിരിച്ചു പോകാറായി. എനിക്ക് തോന്നുന്നു ഞങ്ങൾ 1:30 എങ്ങാണ്ടായി വന്നപ്പം. ഇപ്പോൾ തിരിച്ചൊരു 4 മണി കഴിഞ്ഞു, 4:30 ആയപ്പോഴെങ്ങാണ്ടാന്ന് തോന്നുന്നു ഇറങ്ങി. ഐ എം നോട്ട്, എനിക്ക് സർട്ടൺ ആയിട്ട് അറിയില്ല, കറക്റ്റ് പ്രിസൈസ് ആയിട്ടുള്ള ടൈം അറിയില്ല. ബട്ട് അങ്ങനെ അറൗണ്ട്
4:30 or 5 ആയിരിക്കും ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ നല്ല സീനറി ആയിട്ടുള്ള റോഡിൽ കൂടെയൊക്കെ പോവുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് വിശക്കുന്നുണ്ടായിരുന്നു. സോ ഞങ്ങൾ ആദ്യം ടീം ഹോട്ടൽസിൽ ഒരു ബ്രേക്ക് എടുത്തു, ഒരു കോഫി മേടിച്ചു. ഹ്യൂഗോ ഉള്ള കാരണം അവന് കഴിക്കേണ്ടത് ടീം ഹോട്ടൽസിൽ നിന്ന് കിട്ടില്ല. അവന് ബീഫ് പാറ്റി നമുക്ക് A&W എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിന്ന് കിട്ടും. സോ ഞങ്ങൾ നെക്സ്റ്റ് പോകുന്ന വഴി ഐ തിങ്ക് ഗോൾഫോ കിച്ചണറോ എവിടെയാണെന്നറിയില്ല, പോകുന്ന വഴി ഒരു സ്ഥലത്ത് ഞങ്ങൾ A&Wയിൽ കയറി ഹ്യൂഗോയ്ക്ക് വേണ്ടി പഫ് പാറ്റി മേടിച്ചു. ആ സമയത്ത് ഞങ്ങൾക്ക് പുത്തീൻ മേടിച്ചു. പുത്തീൻ എന്ന് പറഞ്ഞൊരു കനേഡിയൻ ഡിഷാണ്. അതായത് ഫ്രൈസും ചീസും ഒരു ഗ്രേവിയും കാണും. പക്ഷെ ഞങ്ങൾ ഇപ്രാവശ്യം മേടിച്ച പുത്തീൻ A&Wയുടെ സാധാരണ നല്ല പുത്തീൻ, ആ പർട്ടിക്കുലർ ലൊക്കേഷനിലെ പുത്തീൻ വളരെ ബോറായിരുന്നു. ബിക്കോസ് ആ പുത്തീൻ എന്ന് പറയുന്നത് മൊത്തം ഗ്രേവി ആയിരുന്നു. ഗ്രേവിയിലകത്ത് മുങ്ങിക്കിടക്കുമായിരുന്നു. സാധാരണ അത്ര ഗ്രേവി ഒന്നും ഒഴിക്കാറില്ല. പുത്തീൻ എന്ന് പറയുന്നത് നല്ലൊരു ഐ ലൈക്ക് ഇറ്റ്. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല. അതൊരു ജങ്ക് ഫുഡാണ്. വല്ലപ്പോഴും നമുക്ക് ക്രേവ് ചെയ്താൽ കഴിക്കാൻ കൊള്ളാവുന്നതേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ പെട്രോളൊക്കെ അടിച്ചു കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ ഇവിടെയൊക്കെ നമ്മൾ തന്നെ പെട്രോൾ അടിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വിൻഷീൽഡ് വാഷ് ചെയ്യാൻ അവിടെ ഒരു ലിക്വിഡ് കാണാം. അത് വെച്ച് നമുക്ക് വാഷ് ചെയ്യാൻ പറ്റും. പിന്നെ ഈവനിങ് ആയി, നമ്മൾ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുക, സൺസെറ്റ്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതായിരുന്നു എൻ്റെ കുട്ടി വ്ളോഗ്. നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും വ്ളോഗ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. അപ്പോൾ ഇനി കാണുന്നവരെ ബൈ ബൈ.